വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും കുറച്ച് വാക്കൻസി അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിൽ നമുക്ക് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും രണ്ടും ഒരുപോലെ വാക്കൻസീസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജോബാണോ നിങ്ങൾക്ക് ആവശ്യം ആ ജോബ് ജസ്റ്റ് നമ്മുടെ കമൻറ്റിലൊന്ന് വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തിട്ട് മെയിൽ ID എന്ന് പറയുകയാണെങ്കിൽ, അതായത് എക്സാമ്പിളായിട്ട് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരാൾക്കാണ് വാക്കൻസി വേണ്ടതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലിങ്ക് എന്ന് വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടും മസ്റ്റായിട്ടും കാണുക ഗൈസ്. ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റിലോട്ടാണ് വാക്കൻസി വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ അവർ പറയുന്നത് MBA ഇൻ മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡിലുള്ള വാക്കൻസിയാണ്. അതായത് ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇവർ നോക്കുന്നത് ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇവർ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പറയുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ എന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആബിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് അതിൽ പറയുന്ന റിക്വയർമെന്റ്സും പ്രിഫറൻസ് സ്കിൽസും എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ MBAയിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിലാണ് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ ജൂനിയർ മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റിന്റെ വാക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു പേര്, അതായത് ഈ ഒരു പോസ്റ്റിന്റെ പേര് പ്ലസ് ലിങ്ക് എന്ന് കമന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മെയിൽ ID ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് പ്രൊഡക്റ്റ് ഡിസൈനിങ് എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടുള്ള ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. അതിൽ പറയുന്ന സ്കിൽസ് എന്ന് പറയുന്നത് പ്രൊഫഷൻസി ക്രിയേറ്റ് ഡീറ്റെയിൽ ഹാൻഡ് സ്കെച്ചസ് ടു വിഷ്വലൈസ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നുണ്ട്. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് കൊളാബറേഷൻ സ്കിൽസ് എന്ന് പറയുന്നുണ്ട്. എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഹാസ് എ പാർട്ട് ഓഫ് ടീം എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്കിൽസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്സ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. പിന്നെ അതിൽ പറയുന്നത് പ്രൊഫഷൻസി ഇൻ ഡിസൈനിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓട്ടോഗാർഡും കാര്യങ്ങളിലൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും സ്കിൽസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഗൈസ്. പിന്നെ വരുന്നത് റോബോട്ടിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടാണ് വാക്കൻസി വരുന്നത് കേട്ടോ. ഇതിൽ സ്കിൽസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് നോളജ് ഓഫ് റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ORS ഈസ് മാൻഡേറ്ററി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോളജ് ഓൺ റോബോട്ടിക് 2D 3D മാപ്പിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ വരുന്ന എന്താ പറയുക ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech അല്ലെങ്കിൽ MTech ആണ് കേട്ടോ. ഫ്രഷർ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെയാണ് ഇവർ നോക്കുന്നത്. ഈ ഒരു BTech അല്ലെങ്കിൽ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെയാണ് ഇവർ പറയുന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിലോട്ടാണ് ഇവർ ക്വാളിഫിക്കേഷൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ജോബ് നോക്കുന്ന ആൾക്കാർ ഈ ഒരു ക്വാളിഫിക്കേഷൻ സ്കിൽസൊക്കെ മാച്ചിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോബിനോട്ട് അപ്ലൈ ചെയ്യാം ഗൈസ്. പിന്നെ വരുന്ന വാക്കൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺ ആണ് കേട്ടോ. അതിൽ ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ജേർണലിസം എന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലോട്ട് അപ്ലൈ ചെയ്യാം ഗൈസ്. ഓക്കെ, ഒരു ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ട്രെൻഡ് ആയിട്ടുള്ള ജോബാണ്, ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ജോബാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു വാക്കൻസി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വന്നിട്ട് കമൻറ്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെയിൽ ID തരും. മെയിൽ ID ആണ് ഇതിൽ പറയുന്ന എല്ലാ ജോബിനും വരുന്ന, അതായത് അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് ത്രൂ അല്ല അപ്ലൈ ചെയ്യേണ്ടത്, മെയിൽ ത്രൂ ആണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ CV അയക്കുമ്പോൾ കൂടാതെ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഒരു കവർ ലെറ്റർ വെച്ചിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ CV അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വരുന്നൊരു വാക്കൻസിയാണ്, അതായത് ഒരു കാനഡ വോയിസ് പ്രോസസ്സാണ്, ഒരു AR ലൈക്ക് ജോബാണ് കേട്ടോ. AR കോളിംഗ് ഒക്കെയാണ് ഇത് വരുന്നത്. അതൊരു ഷിഫ്റ്റ് ടൈം ഉണ്ടാവും. ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ.
എനിവേ ഇൻ സൗത്ത് ഇൻ ഇന്ത്യ, അതായത് കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന ആൾക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഇവർ നൽകുന്നത് ഗൈസ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അവർ നോക്കുന്നില്ല, ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി മേ ബി എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 months പ്ലസ് ഉണ്ടായാൽ മതി എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വോയിസ് പ്രോസസ്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 10 ഓപ്പണിംഗ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോം വരുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തേടി പിടിച്ചിട്ട് ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് വന്നിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നൊരു വാക്കൻസിയാണ് വീഡിയോ പ്രസൻറ്റർ എന്ന് പറയുന്ന ഒരു വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു വാക്കൻസിയാണ്. കൂടുതലായിട്ടൊന്നും പറയേണ്ട, ഞാൻ ഒരുവിധം എല്ലാ വാക്കൻസിയിലും ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു വാക്കൻസിയാണ് ഒരു വീഡിയോ പ്രസൻറ്ററിൻ്റെ വാക്കൻസി. ഫ്രഷർ ആയിട്ടുള്ള കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ ഗൈസ്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ആളാണെങ്കിൽ, കുറച്ച് ആക്റ്റീവായി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റോട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ട്രെയിനിങ്ങിനെയാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. പിന്നത്തെ പോസ്റ്റ് പറഞ്ഞ ടെസ്റ്റിംഗ് ഫ്രഷറിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. Q&A എഞ്ചിനീയർ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു വാക്കൻസിയാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഗൈസ്. പിന്നത്തെ ഒരു വാക്കൻസി പറഞ്ഞാൽ ടെസ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എഞ്ചിനീയറിൻ്റെ ഒരു വാക്കൻസിയാണ്. ഫ്രഷർ ആയിട്ടുള്ളൊരു വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. ഫ്രഷായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഫ്രഷറിൻ്റെ വാക്കൻസിയാണ്. ഇനി മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ മറ്റൊരു കമ്പനിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ 30% പ്ലസ് ഹൈക്കാണ് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുക. തീർച്ചയായിട്ടും നമ്മളൊരു കമ്പനിയിൽ തന്നെ ലൈഫ് ലോങ് നിൽക്കാതെ വേറൊരു കമ്പനിയോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ നമുക്ക് സാലറിയിലൊക്കെ നല്ല ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഉള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് ചില ആൾക്കാർക്കൊന്നും അറിയില്ല, കാരണം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇതേപോലെ 2-3 കമ്പനികളൊക്കെ മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി ഇതിനുള്ളിലുണ്ടെന്ന് കേട്ടോ. പറയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു വാക്കൻസിയാണ് ടെലികോളറിന്റെ വാക്കൻസിയാണ് വരുന്നത് കേട്ടോ. അതായത് അക്കാദമിക് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു വാക്കൻസിയാണ്. അതായത് ഫീമെയിൽസിനെ മാത്രമാണ് ഇവർ നോക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അതായത് കുറച്ചധികം വാക്കൻസീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കുറേ ദിവസമായ വാക്കൻസീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണോ നിങ്ങൾ നോക്കുന്നത് ജസ്റ്റ് വന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടി പോസ്റ്റിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ കോമ ഇട്ടിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഇന്റേൺഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം, അതുപോലെ തന്നെ ടെലികോളിംഗ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ കമൻറ്റ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി റെസ്പോണ്ടഡ് ആയിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ വന്ന് എടുക്കും. എനിക്ക് പിന്നെ വീണ്ടും സെർച്ച് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ അതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് DM ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് ചോദിക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈസ് തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് DM ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരിക്കും ഞാൻ മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് യൂട്യൂബിലൊക്കെ ഞാൻ വേഗം കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ വീക്കിലി വൺസെങ്കിലും ഇരുന്നിട്ട് ഞാൻ യൂട്യൂബിലെ കമൻറ്റ്സൊക്കെ റീചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാർക്ക് ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരുന്നത് വരെ ബൈ ഗൈസ്.